കർത്താവിന്റെ മഹത്വം. നിങ്ങളെ വന്ദനം പറയുന്നു. ഒരു പ്രധാന കാര്യം, ഇത് പ്രസംഗത്തിന്റെ വചനപഠനമൊന്നുമല്ല, ഒരു ജനറലായിട്ടൊരു കാര്യം, അത്യാവശ്യ ഒരു കാര്യം പറയാനും. അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയം റെജി നാരായണൻ പാസ്റ്ററിന്റെ പ്രസംഗത്തിലെ ചില അഭിപ്രായങ്ങളാണ്. ഞാനതിനെ എൻ്റെ വീക്ഷണത്തിൽ എങ്ങനെയായിരിക്കണം നമ്മൾ ഇതുപോലൊരു കാര്യം വരുമ്പോൾ ക്രിസ്തീയ കോളത്തിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ എന്തായിരിക്കണം ഇങ്ങനെയുള്ളതിൻ്റെ മറുപടി എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കും. ഇത് സത്യസന്ധനായ ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളോടാണ് ഞാൻ സംസാരിക്കുന്നത്. റെജി നാരായണൻ പാസ്റ്റർ പറഞ്ഞു, നമ്മൾ പഴയ പാട്ടുകൾ മാത്രമല്ല പുതിയ പാട്ടുകൾക്കകത്തും അഭിഷേകമുണ്ട്. ശരി, അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു വസ്തുത, ഈ പഴയ പാട്ടിനകത്താണ് ജീവൻ ഇരിക്കുന്നത്, പുതിയതെന്തിനു കൊള്ളാം എന്ന് വിമർശിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതുപോലെ പുതിയത് എന്തിനു കൊള്ളാം, അല്ല പഴയത് എന്തിനു കൊള്ളാം, പുതിയതാണ് നല്ലതെന്ന് പറയുന്നവരും ഉണ്ട്. ഞാൻ തുറന്നു പറയാം, ഈ പഴയതായാലും പുതിയതായാലും ഇനി AD 70 മുമ്പ് എഴുതിയതായാലും ഇതൊന്നും ദൈവനിശ്വാസീയമായ പാട്ടുകളല്ല. ഇതിലെല്ലാം തന്നെ മാനുഷികമായ ആശയങ്ങളും വചനവിരുദ്ധമായ ആശയങ്ങളും. നിങ്ങൾ തർക്കിക്കാൻ വരുവാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു പാട്ടിനെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് തരാം. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ പാടുന്ന പാട്ടുകളിൽ ബഹുഭൂരിപക്ഷം പാട്ടുകൾ, 90% പാട്ടുകൾ പഴയ നിയമ പാട്ടുകളാണ്. പുതിയ നിയമത്തിന്റെ ചേരുവകയോ അതിലെ സത്യങ്ങളോ അതിനകത്തെ യാഥാർത്ഥ്യങ്ങളോ മനോഹാരിതകളോ ഒന്നും തന്നെ ഇന്നത്തെ പാട്ടുകളിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു പാട്ടിന്റെ പേരിൽ ഒരു ദൈവമകനെ ഉപദ്രവിക്കരുത്. കാരണം ഞാൻ അതിൻ്റെ രക്തസാക്ഷിയായ മനുഷ്യനാണ്. ഞാൻ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് കർത്താവിന്റെ കൃപയാണ്. കാരണം ദൈവം എന്നെ വിളിച്ചു എന്നതിന് ഭയങ്കര തെളിവ് ഞാൻ ഇന്ന് നിൽക്കുന്നതാണ്. ചില ആളുകൾ എന്നോട് പറയും, നിങ്ങൾ കഴിഞ്ഞിടെ ഒരാൾ പറഞ്ഞു, നിങ്ങൾ പെന്തക്കോസ്തിലായിരുന്നെങ്കിൽ. നിങ്ങൾ പെന്തക്കോസ്തുകാർക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പെന്തക്കോസ്തുകാർക്ക് എന്നെ പെന്തക്കോസ്തുകാരോട് എനിക്ക് സ്നേഹമുണ്ട് കേട്ടോ. എനിക്ക് ഈ ദൈവമക്കളോട് എനിക്ക് ഭയങ്കര സ്നേഹം, ഇഷ്ടംപോലെ പേരെന്നെ സ്നേഹിക്കുന്നവർ. നിങ്ങൾക്ക് എന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആ പണിയിൽ ഞാൻ ഫിറ്റ് ആവത്തില്ല. കാരണം ദൈവം എന്നെ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, നമ്മൾ ഈ മനുഷ്യരെ ഉപദ്രവിക്കുന്നത് അത് ശരിയല്ല, മാർഗം കറക്റ്റ് അല്ല. ദൈവരാജ്യത്തിൽ ഇങ്ങനൊരു വിഷയം വന്നാൽ എൻ്റെ ഒരു ആശയമാണെങ്കിൽ ഐ ഹഗ്, ഞാൻ ആ ദൈവദാസനെ നെഞ്ചോടെ ചേർത്ത് വെച്ചിട്ട് പറയും, ലവ് യു ബ്രദർ, യു ആർ മോർ പ്രഷ്യസ് ദാൻ എനി സോങ്സ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ എല്ലാ പാട്ടിനേക്കാൾ നിങ്ങളാണ് വിലപ്പെട്ടവർ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, സ്തോത്രഗീതാവലിയിലെ 3000 പാട്ടിനേക്കാൾ വിലയുള്ള ആളാണ് ഒരു ദൈവപുത്രനായ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ജീവൻ പ്രാപിച്ച ഒരു ദൈവ പൈതൽ. പക്ഷെ റെജി നാരായണൻ പാസ്റ്ററിന് അടവിത്തരുക്കളിൽ ഇടയിൽ എന്ന ആരോ എഴുതിയ ഒരു പാട്ടിന്റെ 100% പോലും വിലയില്ല എന്ന നിലയിലാണ് കാര്യങ്ങളെ ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദൈവദാസനെ ഉപദ്രവിക്കുക, നശിപ്പിക്കുക, പരിഹസിക്കുക, അപമാനിക്കുക, തന്റെ ശുശ്രൂഷയ്ക്ക് കളങ്കം വരുത്തുക എന്നിത്യാദി കലാപരിപാടികളാണ് സത്യത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം എഴുതിയ പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ പാട്ടുകളൊന്നും പാടാറില്ല. കാരണം അത് വെറുപ്പുള്ളതല്ല, പാട്ട് കേൾക്കാൻ കൊള്ളരുത്, നല്ല റിതമിക്കാണ്. എൻ്റെ ആ പാട്ടുകൾക്കകത്ത് ഓക്കെ, ഗുഡ് വൺ, നല്ല പാട്ടുകളാണ്. പക്ഷെ അത് തെറ്റോ ശരിയില്ല. കാരണം ഇതിനകത്ത് തെറ്റുമില്ല, ശരിയില്ല. ഇതിനകത്ത് തെറ്റുമില്ല. ഇപ്പം എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവനാണ് എന്ന് നമ്മൾ പാടിയതിനകത്ത് എന്താ തെറ്റ്? അപ്പൊ നമ്മൾ പറയാതെ ശതാധിപൻ
ശരിയാ. നമ്മളവിടുത്തെ കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ ശതാധിപനായ ആ മനുഷ്യൻ പറയുകയാണ്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ പോരാത്തവനാ. നല്ലതും തീയും നമുക്ക് വിടാം, പഴയതും പുതിയതും വിടാം, അതിനകത്ത് എന്താ തെറ്റ്? അതേസമയം കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്ന്, പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ വന്ന് നമ്മുടെ ഉള്ളിൽ താമസിക്കുമ്പോൾ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല എന്ന് പാടുന്നത് എന്തിനാണ് എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ശരിയാ. നമുക്ക് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരാള് ആശയമാണ് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അതിനകത്ത് നല്ലതും തീയതും എടുക്കുന്നതിന് പകരം നമുക്കതിനകത്ത് ഗുഡ് ആറ്റിറ്റ്യൂഡ് എടുത്തൂടെ? നമ്മുടെ നല്ലൊരു മനോഭാവം. അതെ, എൻ്റെ ജീവിതത്തിൽ വരാൻ അല്ലെങ്കിൽ എൻ്റെ അകത്ത് വരാൻ ഞാൻ ഒരു യോഗ്യനായ മനുഷ്യനല്ല, പക്ഷെ ദൈവമേ അങ്ങ് എൻ്റെ ഉള്ളിൽ വന്നതിനാൽ സ്തോത്രം എന്ന ഒരു നല്ല മനോഭാവത്തിൽ നമുക്ക് ആ പാട്ടിനെ എടുത്തൂടെ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞ ഒത്തിരി എക്സ്ട്രീമിൽ പറയുന്ന ആളാണ് ഞാൻ. പക്ഷെ ഒരു വ്യക്തി ഞാൻ ഇതിനൊന്നും വില കൊടുക്കാറില്ല. നിങ്ങൾ എന്നോട് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കില്ല. വേണമെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തിട്ട് എന്തെങ്കിലും എടുത്താലും കുഴപ്പമില്ല. എനിക്ക് ഈ ബൈബിൾ ഉണ്ടല്ലോ, ഈ ബൈബിൾ എഴുതിയ പുസ്തകത്തെക്കാൾ വിലയുണ്ട് ഒരു ദൈവ പൈതലിന്. നമ്മുടെ കയ്യിരിക്കുന്ന ബൈബിളില്ലേ, ആ ബൈബിളിനേക്കാൾ വിലയുണ്ട് ഒരു ദൈവ പൈതലിന്. കാരണം ദൈവം വന്ന് വസിക്കുന്നത് ഈ കറുത്ത പുസ്തകത്തിന്റെ അകത്തല്ല. ദൈവം തന്റെ വാസസ്ഥലമാക്കിയത് നിങ്ങൾ നിസാരന്മാരെന്ന് പറയുന്ന, അഭിഷേകം നഷ്ടപ്പെട്ടവരെന്ന് പറയുന്ന, കൊള്ളാത്തവർ എന്ന് പറയുന്ന ആ സാധാരണക്കാരായ മനുഷ്യന്റെ ഹൃദയത്തിലാണ്. അപ്പൊ ആ സെൻസിൽ ഈ ഇരിക്കുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിളിനേക്കാൾ വിലയുള്ളത് ഒരു ദൈവത്തിന്റെ പൈതലിനാണ്. ഇതെന്നാ നമ്മൾ മനസ്സിലാക്കുന്നത്? അപ്പൊ നമ്മള് ഒരാളെ ഉപദ്രവിക്കരുത് ദയവായിട്ട്. ഞാൻ ഈ സമൂഹത്താൽ ഒരുപാട് ഉപദ്രവം സഹിച്ച മനുഷ്യനാണ്. ആ ഉപദ്രവത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ആ കഥയൊന്നും പറയുന്നില്ല. മുദ്ര കുത്തി, നമ്മളെ ചാപ്പ കുത്തി ഒന്ന് വേർതിരിക്കും ദുരുപദേശങ്ങൾ. പക്ഷെ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒരു പ്രാവശ്യം പറയാം, ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ പ്രസംഗിച്ച തെറ്റെന്താണെന്ന് പറയാനുള്ള ഗട്സ്, തൻ്റെ ഇടം ഒറ്റ ഒരുത്തനും ഉണ്ടായിട്ടില്ല. പെന്തിക്കോസിൽ ഇനി ഒരുത്തൻ ജനിക്കണം. കാരണം ഞാൻ പറഞ്ഞത് ദൈവവചനത്തിന് ആധാരമായിട്ടാണ്. പക്ഷെ വ്യക്തിവിരോധം, ഇതാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു മുഖമുദ്ര. എത്ര പേരെ കൊന്നുകളഞ്ഞറിയും, എത്ര ചെറുപ്പക്കാരെ. ഞാൻ സുവിശേഷ വേലയ്ക്ക് അല്ലെങ്കിൽ ആ ടൈമിൽ 2010 കെ എബ്രഹാം, വിജയഞ്ചൽ, ഫിനി സ്റ്റീഫൻ, സജിത് കണ്ണൂർ, ജോൺ ലോറൻസ്, ഞാൻ 5 പേരെ പുറത്താക്കുക. ഫിനി സ്റ്റീഫനാണോ അല്ല, ഫിനിച്ചാനാണോ അല്ല, സോറി കേട്ടോ, ക്ഷമിക്കണം. അങ്ങനെ ആരൊക്കെ. പിന്നെ കെ എബ്രഹാം ഒക്കെ അതിനകത്ത് പിടിച്ചു നിന്നു. ബീച്ചാനും അതിനകത്ത് തന്നെ ഉണ്ട്. എന്നാലും ആ സമൂഹം അങ്ങ് ഒരാളെ അങ്ങ് ഉപദ്രവിക്കുക, മാക്സിമം ഉപദ്രവിക്കുക. സജിത്ത്, അദ്ദേഹത്തിന് നല്ലൊരു ശുശ്രൂഷ ദൈവം അദ്ദേഹത്തിന് തന്നെ അത് ചെയ്ത് വെട്ടിപ്പിടിക്കാനുള്ള അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ആ കഴിവുണ്ടായിട്ടും അദ്ദേഹം അവിടെ തുടരാതെ കാതലിക്കിലേക്ക് തിരിച്ചു പോയപ്പോൾ അതിനും കുറ്റം. അതിൽ തിരിച്ചു പോയതൊക്കെ നിന്റെയൊക്കെ ഗുണം കൊണ്ടാണ്. ആദ്യം മനസ്സിലാക്കുക. എത്രയോ പേരെ കൊന്നു. നമുക്കറിയാലോ, ജോസഫ് മാഷിന്റെ കൈ വെട്ടി PDP-കാർ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ. പെന്തിക്കോസ്തുകാരൻ കഴുത്ത് വെട്ടിയ ആളാണ് ഞാൻ. പെന്തിക്കോസ്തുകാർ കഴുത്ത് വെട്ടിയ ആളാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത് ദൈവം എന്നെ വിളിച്ചതുകൊണ്ട് മാത്രമാണ്. ഒരു ദൈവദാസനെ ഉപദ്രവിക്കരുത് പ്ലീസ്. അദ്ദേഹം നിങ്ങളുടെ സഭയിലെത്തുമ്പോൾ, അദ്ദേഹം നിങ്ങളുടെ സഭയുടെ ശുശ്രൂഷകനാകുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം അവിടെയാണ്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ IPC-ക്കകത്ത് നേതാക്കന്മാരായിരിക്കുന്ന
ഈ കള്ള രാഷ്ട്രീയക്കാരോട് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോണം. ശ്രദ്ധിച്ച് കേക്കടാ ജൂബയിട്ട കള്ളന്മാരെ, ശ്രദ്ധിച്ച് കേക്ക്. നിന്റെയൊക്കെ സമൂഹത്തിൽ വരുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു ദൈവദാസൻ, അദ്ദേഹം പ്രാർത്ഥിച്ചും കഷ്ടപ്പെട്ടും ശുശ്രൂഷകനായി വളർന്നു വരുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ലൈഫാണ്. ആ ലൈഫിനകത്താണ് നീയൊക്കെ കയറി വന്ന് നിന്റെയൊക്കെ രാഷ്ട്രീയ തെമ്മാടിത്തരം കാണിക്കും. മനസ്സിലാക്കിക്കോണം. അത് നേതാക്കന്മാരോട് ഞാൻ പറയാം. കാരണം നിനക്കൊക്കെ എന്ത് തെമ്മാടിത്തരം അവിടെ നിന്ന് കാണിക്കും. ഉപദ്രവിക്കുക, ചാപ്പ കുത്തുക, അയാളുടെ ലൈഫ് ഇല്ലാതാക്കുക. 2010 വരെ ഞാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ചാപ്പ കുത്തി, IPC എന്ന് പറഞ്ഞ കൊള്ള സങ്കേതം. ഇത് യേശുക്രിസ്തുവിന്റെ സഭയൊന്നുമല്ല. യേശുക്രിസ്തുവിന്റെ വീട്ടിൽ വാഴയ്ക്ക് തടമെടുക്കാൻ കൊള്ളത്തില്ലവന്മാരും അടയ്ക്കുക. അപ്പൊ നമ്മുടെ ജീവിതമാണ്. ചെറിയ പ്രായം മുതൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ കരിയർ, നമ്മുടെ ലൈഫ് ഇല്ലാതായി പോവാ. പെന്തക്കോസ്തേ, നിങ്ങൾ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. ഒരുപാട് നിരപരാധികളുടെ രക്തം പെന്തിക്കോസ്തിന്റെ അകത്തുണ്ട്. അടുത്ത ഒരാളുടെ രക്തം നടിപ്പ ചൊരിയാൻ പോവും. റെജിനാരാണ്. ചൊരിയാൻ അനുവദിക്കരുത്. ചേർത്ത് പിടിക്കണം. അടവി തരുക്കളോ ഏത് തേങ്ങ ആയിക്കോട്ടെ, അതിനേക്കാൾ ഒരുപാട് വലുതാണ് ഒരു മനുഷ്യന്റെ വില എന്ന് ആദ്യം മനസ്സിലാക്കുക. പശുവിന് പകരം മനുഷ്യനെ കൊല്ലുന്ന ഭാരത രാജ്യത്തിൽ പെന്തിക്കോസ്തുകാരെ നിങ്ങളും അതമ്പതിച്ചു പോയോ ഒരു പാട്ടിന് വേണ്ടി ഒരു കൂട്ടു സഹോദരനെ കൊല്ലാൻ? നാണമില്ലേ നിങ്ങൾക്ക്? യേശുക്രിസ്തുവിന്റെ മാർഗം എന്ന് പറയാം. ശബത്തിന്റെ അന്ന് വിറക് പറക്കിയവനെ കൊല്ലണം എന്ന് കൽപ്പിച്ച പഴയ നിയമത്തിന്റെ കൽപ്പന നിൽക്കുമ്പോ കിടക്ക എടുത്തോണ്ട് വീട്ടിലോട്ട് പോടാ എന്ന് പറയുന്ന മിശിഹായുടെ വാക്ക്, അതിനെ എതിർക്കാൻ വരുന്ന പരീക്ഷൻ സൗഖ്യപ്പെടുത്തിയത് എന്തിനെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ വീട്ടിൽ കാളയും കഴുതയും കുഴിയിൽ വീണാൽ ശബത്തിൽ അവനെ കയറ്റത്തില്ലയോ? ആ കുഴിയിൽ നിന്ന് കയറ്റുകയില്ലയോ? നിന്റെ കാളയ്ക്കും കഴുതയ്ക്കും വെള്ളം കൊടുക്കാൻ അതിനെ അഴിച്ചോണ്ട് പോകത്തില്ലേ? ന്യായപ്രമാണത്തെക്കാൾ വലുതാണ്, പ്രമാണങ്ങളെക്കാൾ വലുതാണ് മനുഷ്യൻ. ഒരു ദൈവ പൈതൽ എന്ന ആദ്യ ബോധം വരണം. കൂനിയായ സ്ത്രീ ശബത്തിൽ സൗഖ്യമാക്കി. തർക്കിക്കാൻ വന്നു പരീക്ഷന്മാർ. മറുപടി കൊടുത്തതെന്നറിയാമോ? അബ്രഹാമിന്റെ മകളാണ്. നിന്റെ പ്രമാണത്തെക്കാൾ വലുതാണ് അവൾ. ഇതെന്നാ നമ്മൾ പഠിക്കുന്നത്? ആളുകളെ കൊല്ലുക. ഞാൻ ഒന്ന് രണ്ട് കാര്യം ഇതുപോലെ പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ഇനി ഇറക്കത്തില്ല. കുറച്ച് നാളുകളായിട്ട് പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം. സജിത്ത് ബ്രദർ പോയി. എന്താ പോയത്? കത്തോലിക്കയുടെ മഹത്വം കൊണ്ടൊന്നുമല്ല, പുള്ളിയൻ അതങ്ങനെ പറയുന്നതാണ്. മറിയൻ തിയോളജി അങ്ങനെയായിരുന്നു, ഞാൻ അതിനകത്ത് അങ്ങ് അമേസ്ഡ് ആയി. ഇപ്പൊ ഒന്നുമല്ല പ്രിയപ്പെട്ടവനെ, ആ മനുഷ്യന്റെ ഹൃദയത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞങ്ങൾ വർഷങ്ങളായിട്ട് ഹൃദയമായിട്ട് ജീവിച്ചവരാണ്. ഐ നോ ദ ഹാർട്ട് ഓഫ് സജിത് ബ്രദർ. വേദന കൊണ്ട് ആ മനുഷ്യൻ പോയത്. പെന്തക്കോസ്ത് സമൂഹം അദ്ദേഹത്തെ ഉപദ്രവിക്കുമ്പോൾ ഒരു ദിവസം പ്രാവശ്യം എന്നോട് പറഞ്ഞു, അതുകൊണ്ട് വേറെ ഞാൻ മരിച്ചു പോയാലും എന്നെ അടക്കാൻ പോലും ആരും കാണത്തില്ല, നിങ്ങളെങ്കിലും പറഞ്ഞു. അങ്ങനെ വേദനപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തിന് നിവൃത്തിയില്ല, അദ്ദേഹം പോയി. അയാൾ പോയി ആ സ്ഥലത്ത് അദ്ദേഹം മറിയയാണോ ജോസഫ് എന്തോ ആയിക്കോട്ടെ, മറിയോട് പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലും ചെയ്തോട്ടെ, ഇവിടെ കിടന്ന് ചത്തില്ലല്ലോ. അദ്ദേഹത്തിന് മിടുക്കുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ രോഗശാന്തിയുടെ ശുശ്രൂഷ ഉണ്ടായിരുന്നു, അദ്ദേഹം ചെയ്യുന്നു. ഉപദ്രവിച്ചതല്ലേ? നിങ്ങളുടെ ഇടയിലെ പാസ്റ്റർ അല്ലായിരുന്നു? നിങ്ങളുടെ ഇടയിലെ മഹത്വം വെളിപ്പെട്ടത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഷിബു പീഡിയക്കൽ പാസ്റ്റർ. ഷിബു പീഡിയക്കൽ പാസ്റ്റർ ഈ തലമുറ, നിങ്ങൾ ചരിത്രമൊക്കെ രചിക്കുമ്പോൾ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് എന്ന് എനിക്കറിയത്തില്ല. ക്രിസ്തീയ ചരിത്രത്തിൽ ഈ കാലഘട്ടത്തിൽ, പെന്തിക്കോസുകാരന്റെ ചരിത്രത്തിൽ, അവന് വായില് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. എന്താണെന്നറിയോ? ഒരു ദൈവ മനുഷ്യൻ അദ്ദേഹം കുടുംബമായിട്ട് അവിടെ ഹ്യൂസ്റ്റണിൽ താമസിക്കും. അവിടുത്തെ സഭയിലെ അംഗം, അസിസ്റ്റ് ചെയ്യുന്നു ദേവദാസൻ. ഏറ്റവും മാന്യമായ നിലയിൽ വചനം പഠിപ്പിക്കാൻ അറിയാവുന്ന
കഴിവും പ്രാപ്തിയുള്ള ഒരു ദൈവദാസൻ. എന്താ അദ്ദേഹത്തിന് പറ്റിയത്? അദ്ദേഹം ആരെങ്കിലും കൊള്ളടിക്കാൻ പോയോ? വീട് കൊള്ളടിക്കാൻ, ബാങ്ക് കൊള്ളടിക്കാൻ പോയോ? ഏതെങ്കിലും സ്ത്രീകളുടെ കൂടെ പോയി സദാചാരം നശിപ്പിച്ചോ? എന്താ തെറ്റ് ചെയ്തയാള്? അദ്ദേഹം നാട്ടിൽ വന്നപ്പം ടിജോ പാസ്റ്ററിന്റെ ചർച്ചിൽ പോയി പ്രസംഗിച്ചു. ടിജോ പാസ്റ്റർ ആരാ? ആന്റി ക്രൈസ്റ്റ് ആണ്, എതിർ ക്രിസ്തു ആണോ? അതിന് അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിലെ ചാക്കോ ചോദിക്കുക, ചാക്കോ ഇളയ പാസ്റ്റർ എന്ന് ഞാൻ വിളിക്കുന്നില്ല, ചാക്കോ നിങ്ങൾ ഇതിനോടൊക്കെ പ്രസംഗിച്ചു. ഓ, ഒരു പരിശുദ്ധി, IPCക്കകത്ത് പരിശുദ്ധി അങ്ങ് ഒഴുകുക, അഗരോന്റെ താടിയിൽ നിന്ന് ഇങ്ങനെ ഒഴുകുന്ന പോലെ. പോയി പ്രസംഗിച്ചു എന്തിന്? അവിടെ പ്രസംഗിച്ച എന്താ കുഴപ്പം? ടിജോ പാസ്റ്ററിന്റെ ചർച്ചിൽ പോയി പ്രസംഗം എന്താ പ്രശ്നമൊന്നും? ക്രിസ്തുവിന് പ്രസംഗിക്കാത്ത സഭയാണ്. എന്തിനാ അദ്ദേഹത്തെ ആ കുടുംബത്തെ ആ ചർച്ചിൽ നിന്ന് പുറത്താക്കിയത്? എന്ത് തെറ്റാണ് അയാൾ മനുഷ്യൻ ചെയ്തത്? ചാക്കോയ്ക്ക് തന്നോടെ വന്ന് പറ. തന്നെ ഒന്നും പാസ്റ്റർ ഒന്ന് വിളിക്കാൻ ഇവിടെ ഒരു പട്ടിയും വരത്തില്ല. വിളിക്കുന്ന ആളുകളാണായിരിക്കും നിന്റെ പൈസയൊക്കെ മോഹിച്ച്. എന്തിനാ മനുഷ്യനെ പുറത്താക്കിയത്? മറുപടി പറ. ഇവിടെ തൻ്റെ ഒന്നും ശവോടക്കിന് പോലും ടിജോ പാസ്റ്ററിന്റെ മീറ്റിംഗ് വരുന്ന അത്രയും ആളുകൾ വരത്തില്ല. അതാദ്യം മനസ്സിലാക്കി. അത്രയ്ക്കും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ടിജോ പാസ്റ്റർ. ഇന്ന് ലോകത്ത് എനിക്ക് തോന്നുന്നു ഈ മലയാളികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ, ഇന്റർനാഷണൽ ആളുകളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്, ഒരു മഹാനായ മനുഷ്യൻ. എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഏതെങ്കിലും ഒരിക്കലെങ്കിലും ആ മനുഷ്യന്റെ കൂടെ, അല്ലെങ്കിൽ എൻ്റെ കൂടെ ആ മനുഷ്യൻ യാത്ര ചെയ്തിരുന്നൊരു സന്തോഷമുണ്ട്. ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. ആ മനുഷ്യൻ്റെയൊക്കെ ചർച്ചയിൽ പോയി ചാക്കോയ്ക്കൊന്നും വന്ന് പ്രസംഗിക്കാം. ചാക്കോ മൂത്രം ഒഴിക്കും. കാരണം ചാക്കോടെ ദൂതേ അവിടെ ഏക്കില്ല, പിള്ളേർ കൂയി വിടും. ചാക്കോ വന്നിട്ട് ടിജോയുടെ ചർച്ച ഒന്ന് പ്രസംഗിക്കും. പുറത്താക്കി ടിജോ പാസ്റ്റർ ആ ചർച്ചിൽ പ്രസംഗിച്ചതിന്റെ പേരിൽ. അതുകൊണ്ട് എന്ത് പറ്റി? പെന്തക്കോസ്തുകാരന് നല്ല 8ന്റെ പണി കിട്ടി. 8ന്റെ പണി പറഞ്ഞാൽ നല്ല സൂപ്പർ പണി കിട്ടി. നീ ഇനി ഓർത്തഡോക്സുകാരൻ്റെ കാണാൻ പള്ളി ഒന്ന് ചെന്ന് കയറിക്കൊടു നിന്റെ സുവിശേഷമായിട്ട്. അമ്മ കാലെ വാരി തറയടിക്കും നിന്നെ. ചെല്ലങ്ങോട്ട്. എന്തൊരു സമത്വമായിരുന്നു. അറ്റ്ലീസ്റ്റ് മറ്റ് ഓർത്തഡോക്സ്, കാത്തലിക്, മാർത്തോമ എല്ലാ സഭകളും തമ്മിൽ, പെന്തക്കോസ്തൊക്കെ തമ്മിൽ അത്ര വൈര്യമൊന്നും ഇതിനകത്തില്ല. ആ നിലയിലേക്ക് ആളുകളെ എത്തിച്ചത് എന്തിന്റെ കാരണം എന്താ? IPC പോലെയുള്ള കുറെ അലവലാതി പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെ തോന്നിയാഭാസം. നിങ്ങൾക്ക് മനുഷ്യർക്ക് വില, നിങ്ങളുടെ ചർച്ചിലെ ഒരു മനുഷ്യന്റെ വില വെറും നായയുടെ വില പോലും ഇല്ല. ഞാൻ ഇച്ചിരി ഗൗരവമായിട്ടാണ് സംസാരിക്കുന്നത്. ഇത് ഈ വീഡിയോ അങ്ങനെ വേണ്ടിയുള്ളതാണ്. എടോ ചാക്കോ, തനിക്ക് ഷിബു പീഡിയക്കലിനെ പോലെ ഒരാളിനെ ഇനി ജന്മത്ത് വളർത്തിയെടുക്കാൻ പറ്റത്തില്ല. അയാളെ ഇല്ലാതാക്കാം. അദ്ദേഹത്തിന്റെ കഴിവ്, അദ്ദേഹത്തിന്റെ ദൈവം കൊടുത്ത അഭിഷേകം നിങ്ങൾക്ക് എത്ര അധികം ഉപയോഗിക്കാമായിരുന്നു. യു കിൽ ദം. എന്നിട്ടങ്ങ് ഞെളിഞ്ഞ് നടക്കുക, കർത്താവിന് വേണ്ടി എന്തോ അങ്ങ് സാധിച്ചെന്ന് തോന്നി. പോയി തലേ തുണിയിട്ടിട്ട് പോയി ഉണ്ടായിരിക്കണോ? ഇതുപോലെ എത്ര എണ്ണമുണ്ട്? എത്ര രക്തസാക്ഷികളെ കാണിക്കണം? അപ്പം എന്തുകൊണ്ടാണ്? പിന്നെ രണ്ടാമത് വേറൊരു കാര്യമുണ്ട്. അല്പമെങ്കിലും വകതിരിവും വ്യത്യാസവും ദൈവസന്നിധിയിൽ തിരുവെഴുത്തുകളുമായിട്ട് വ്യത്യസ്തമായ ഒരു വെളിപ്പാടുള്ള ഒരാൾക്കും പെന്തക്കോസ്തിൽ തുടരാൻ പറ്റില്ല, സമ്മതിക്കത്തില്ല. അതവരെ ഒരുപാട് പ്രതിസന്ധിയിലാക്കും. സോ ഞാൻ എൻ്റെ തീമിലേക്ക് തിരിച്ചു വരാം. ഇങ്ങനെ ഒരുപാട് ആളുകളെ കൊന്ന ചരിത്രമുണ്ട് ഇവരുടെ. റജി നാരായണൻ പാസ്റ്ററും അവസാനത്തെ ഇരയാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ മുഴുപാട്ടുകളെക്കാൾ നിങ്ങളിനി KV സൈമൺ സാർ എഴുതിയാലും ചെറിയാൻ ചാൻ എഴുതിയാലും, എനിക്ക് കുറെ ആളുകളുണ്ട്, പഴയ ആൾ, ഇവരൊക്കെ ബഹുമാനീയരാണ്, കൊള്ളാം.
അവരെല്ലാം മനുഷ്യരെന്ന് ആദ്യം മനസ്സിലാക്കുക. അവരെഴുതിയ പാട്ടുകൾ ദൈവനിശ്വാസിയും അല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. ഈ പാട്ടുകൾക്കകത്തൊന്നും ആത്മാവില്ലെന്ന് മനസ്സിലാക്കുക. ആത്മാവ് നിന്റെ അകത്തേ ഉള്ളൂ. ഇത് ആദ്യം മനസ്സിലാക്കുക. നീക്ക് എന്തോ തിയോളജിയാടാ നീയൊക്കെ പഠിക്കുന്നത്? എടാ മരപ്പൊട്ടം തിയോളജി പഠിക്കുന്നത്. പാട്ടിനകത്തന്നോട് ആത്മാവിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന് വന്ന് ഇരിക്കുന്നത് പാട്ടിനകത്തിരിക്കുന്നത്. പാട്ടിനകത്തല്ല സാറേ ആത്മാവിരിക്കുന്നത്, നിന്റെ അകത്തായിരിക്കുന്നത്. കറക്റ്റ് ആത്മാവ് അകത്തുള്ളവന് ഏത് പാട്ട് പാടിയാലും ആത്മാവുണ്ടാവും. ഹോളി സ്പിരിറ്റ് നിങ്ങളിലാണ് വസിക്കുന്നത്, അല്ല പാട്ടിനകത്തല്ല, അക്ഷരങ്ങൾ കൂട്ടത്തിനകത്തല്ല. അതുകൊണ്ട് ഒരു പാട്ടിനകത്തും ആത്മാവില്ലെന്നും ഒരു പാട്ടും വലിയ പ്രസക്തമല്ലെന്നും നമ്മുടെ ഇടയിലുള്ള സഹോദരന്മാർ, ദൈവമക്കൾ, ദൈവദാസന്മാർ അവരാണ് വിലയേറിയവർ എന്നും പെന്തക്കോസ്തേ നീ എന്നും മനസ്സിലാകുമോ അന്നേ നീ നന്നാവൂ. പക്ഷെ നീ നന്നാവില്ല. കാരണം പണ്ട് പഴയ നിയമത്തിൽ, ഞാൻ ഒന്നാടാൻ ഇത് വെറുതെ വാക്കല്ല, യേശു ക്രിസ്തു പണ്ട് മർമ്മം മഹദിയാൻ ബാബിലോൺ എന്ന വെളിപ്പാട് പുസ്തകത്തിൽ യെരൂശലേമിനെ നോക്കി പറയുന്നുണ്ട്. പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും ദൈവദാസന്മാരുടെയും രക്തം അവളിലല്ലോ. ആയിരക്കണക്കിന് നിരപരാധികളായ സത്യസന്ധന്മാരായ ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ഇറങ്ങിയ ആയിരക്കണക്കിന് ദൈവദാസന്മാരുടെ രക്തക്കറ പെന്തക്കോസ്തേ നിന്റെ മേലുണ്ട്. നീ അതിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അവസാനത്തെ രക്തസാക്ഷിയായി നമ്മുടെ ബഹുമാന്യനായ ഷജിനാരായണൻ പാസ്റ്ററിനെ ആക്കരുത്. He is more precious than any songs in the world. He is a child of God. അങ്ങനെ കാണാൻ അവസരം ദൈവം തരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.